ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വിഭവമാണ് ദോശ. പലതരത്തിലുള്ള ദോശകളുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പരാതിയാണ് ദോശ ചുടുമ്പോൾ കല്ലിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് നോക്കാം. ഒരു സവാള രണ്ടായി മുറിച്ച് അതിലൊരൽപ്പം ഉപ്പ് ചേർത്ത് ദോശക്കല്ലിൽ ഇടയ്ക്കിടെ തേച്ചു കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായ ദോശ ഉണ്ടാക്കാൻ ദോശമാവിൽ അല്പം കരിക്കിൻ വെള്ളം ചേർത്താൽ മതി. മാവ് വേഗം പുളിക്കുമെന്ന് മാത്രമല്ല, നല്ല മൃദുവായ ദോശ ലഭിക്കുകയും ചെയ്യും. സോഫ്റ്റായ ദോശ ലഭിക്കുവാൻ മറ്റൊരു മാർഗം ദോശമാവിൽ അല്പം മൈദ കൂടി ചേർത്താൽ മതി. വെണ്ടയ്ക്കയുടെ കാമ്പ് ദോശമാവിനൊപ്പം അരച്ച് ചേർത്താൽ ദോശയ്ക്ക് നല്ല മയവും നല്ല രുചിയും ലഭിക്കും. കുട്ടികൾക്ക് ഈ ദോശ വളരെ ഇഷ്ടമായിരിക്കും. ദോശമാവ് പുളിച്ചു പോകാതിരിക്കാൻ മാവിന് മീതെ ഒരു വെറ്റില ഇട്ട് വെച്ച ശേഷം പാത്രം പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. ഒരാഴ്ചത്തേക്കുള്ള ദോശമാവ് അവധി ദിവസം തയ്യാറാക്കി വെച്ചാൽ സമയക്കുറവ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ ദിവസത്തേക്കുള്ള മാവ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഉപ്പ് ചേർക്കാതെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ദോശ ചുടുന്നതിന് മുമ്പ് മാത്രം ഉപ്പ് ചേർത്ത് ഇളക്കിയെടുത്താൽ മതി. ഉപ്പിട്ട് ഒരിക്കലും ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് ഫസ്റ്റ് എടുത്ത് പുറത്ത് വയ്ക്കുക. അത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ കണ്ടെയ്നർ എടുത്ത് വെക്കുകയാണെങ്കിൽ തണുപ്പ് വിട്ട് കിട്ടും. നമുക്ക് ദോശ ഉണ്ടാക്കാൻ നേരത്ത് തണുപ്പോടുകൂടി ഉണ്ടാക്കേണ്ട അവസ്ഥ വരികയില്ല. ഇന്നത്തെ ടിപ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അറിവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.